ഉത്തരേന്ത്യയിലും മറ്റൊരു പുതിയൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ ഗ്രാമങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ കർഷകരോട് ചോദിച്ചാൽ ആവാര പശു എന്ന് പറയും. ആവാര പശു എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കന്നുകാലികൾ വലിയ രീതിയിൽ ഒരു സമയം കഴിയുമ്പോൾ അതിനെ പോറ്റാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം, അതിനെ തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഹരിയാനയിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മറ്റും ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഈ കന്നുകാലികൾ നശിപ്പിക്കുന്നത്. ഈ ഗോരക്ഷയുടെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന സംഘപരിവാറും മറ്റും ഈ ഒരു വശം കാണാനും അതിനെപ്പറ്റി ഒരു വിധത്തിലും ഇടപെടാൻ തയ്യാറല്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഈ വന്യമൃഗ ശല്യം ഇത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒരു പ്രശ്നമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണാനും പറ്റില്ല. മറ്റു രാജ്യങ്ങളിലും വലിയ രീതിയിൽ വന്യമൃഗ ശല്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, കോവിഡ് മഹാമാരി കാലത്ത് ആ ലോക്ക്ഡൌണിന് ശേഷം എന്റെ നാട് ഈ കരിവള്ളൂരാണ്. കരിവള്ളൂരൊന്നും മുമ്പ് മൈലൊന്നും വീട്ടിന്റെ അടുത്തേക്കൊന്നും വരില്ല. ഇന്ന് എത്ര മൈലുകളാണ് വരുന്നത്? അതിന്റെ ഒക്കെ സംഖ്യ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് മയിലിന്റെ മാത്രമല്ല, മറ്റ് ചില വന്യമൃഗങ്ങളുടെയും സംഖ്യ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ സംഖ്യ വർദ്ധിച്ചു വരുമ്പോ അതിനെ കൈകാര്യം ചെയ്യൽ എങ്ങനെയാ? മറ്റ് രാജ്യങ്ങളുടെ ഒരു ഉദാഹരണം നമ്മൾ എടുക്കേണ്ടതുണ്ട്. കങ്കാരു ഈ ഓസ്ട്രേലിയയിലും മറ്റും ഏറ്റവും കൂടുതൽ അവിടുത്തെ നാഷണൽ ആനിമലാണ്. അപ്പൊ ആ കങ്കാരുകൾ ലക്ഷക്കണക്കിന് സംഖ്യ വർദ്ധിച്ചു വരുമ്പോൾ അതിനെ നമ്മൾ കൊല്ലാൻ അനുവദിക്കണം എന്നാണ് അവിടുത്തെ സർക്കാരുകൾ തീരുമാനിച്ചത്. അവിടെ സയന്റിഫിക് കല്ലിംഗ് എന്ന പേരിൽ ആയിരക്കണക്കിന് കങ്കാരുകളെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം. എന്തെന്നാൽ കൃഷി നശിപ്പിക്കുന്നു, സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവുന്നു.